ഹലോ. വളരെ ദീർഘകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. സോ ഐ തിങ്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നിർത്തിയത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എവിടെയാണ് നിർത്തിയത് എന്നുള്ള കാര്യത്തിൽ ചിലർക്കെങ്കിലും ഒരു ഓർമ്മ പിശകുണ്ടാവും. സോ നമ്മൾ വളരെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കുറേ പുറകിലാണുള്ളത്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ബേസിക്കലി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ തുടക്കത്തിൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൈക്രോ വേൾഡിനെയും മാക്രോ വേൾഡിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനായിട്ട് നമുക്ക് ഏത് ഇക്വേഷനാണ് വർക്ക് ചെയ്യുന്നത്. സോ S is equal to KL and omega, where omega represents the number of microstates available. Now, S is a thermodynamic property, it's a kind of macro property. So, the entire problem in statistical mechanics now, for the time being, reduces to finding out the number of microstates. So ഈ മൈക്രോസ്റ്റേറ്റ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിട്ട് നമ്മുടെ പ്രോബ്ലം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ് നിർത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്. നൗ ലെറ്റ്സ് കൺസിഡർ ദ കേസ് ഓഫ് എ ക്ലാസിക്കൽ ഗ്യാസ്. സപ്പോസ് ക്ലാസിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ. ഐഡിയൽ ഗ്യാസ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ദർ ഇസ് നോ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, ഗ്യാസ് പാർട്ടിക്കിൾസിനിടയിൽ യാതൊരു വിധത്തിലുള്ള ഇൻറ്ററാക്ഷൻസും ഇല്ല. ഒബ്വിയസ്ലി ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കിളിൻ്റെ എക്സിസ്റ്റൻസ് മറ്റേ പാർട്ടിക്കിളിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒന്നായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ബേസിക്കലി നമ്മൾ ഒരു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം ജസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സോ നൗ സപ്പോസ് യു ഹാവ് n പാർട്ടിക്കിൾ ആണെങ്കിൽ അതിലെ ഓരോ പാർട്ടിക്കിളിനും എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും? 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോസ് യു ഹാവ് ER എനർജി, ആർത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ER എനർജി എന്ന് പറയുന്നത് ആണെങ്കിൽ വി ക്യാൻ സിംപ്ലി നൗ സേ ഐ എം ഷിഫ്റ്റിംഗ് ബൈ we can now say the entire now we can say R is equal to 1 to 3n. We have n particles. Now every particle they have 3 degrees of freedom, so that is R is equal to 1 to 3n. ER ഓരോ ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. So the total energy will be a constant E. So we have kept the entire things N അതുപോലെ തന്നെ V, E are kept as constants. Okay, number of particles, the volume and the total energy are kept constant. In that sense, every particle has 3 degrees of freedom, and every degree of freedom they're associated an energy ER. So the total energy is R is equal to 1 to 3n ER. That is summation over R is equal to 1 to 3n ER, which is equal to E. Okay, so that is the basic idea behind this. Now സപ്പോസ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, എങ്കിൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം. പലരുടെയും ഓർമ്മയൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് കാലമായതുകൊണ്ട് ഓർമ്മയൊക്കെ കുറവായിരിക്കുമല്ലോ. സപ്പോസ് നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ ബോക്സ് പ്രോബ്ലത്തിലേക്ക് കടന്നു പോവുകയാണെന്ന് വിചാരിക്കാം. നൗ ഈ പാർട്ടിക്കിളിൻ്റെ ബോക്സ് പ്രോബ്ലത്തിൽ ഒരു സിംഗിൾ പാർട്ടിക്കിൾ, ഒരു L സൈഡുള്ള ക്യൂബിക്കൽ ബോക്സിനകത്ത് ഒരു സിംഗിൾ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ പാർട്ടിക്കിളിൻ്റെ എനർജി അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വിച്ച് ഇസ് ഗിവൺ ബൈ h²/8ml², where L is the size of the one side. Okay, ക്യൂബിക്കൽ ബോക്സ് ആണ്, ഓരോ സൈഡിൻ്റെയും സൈസ് L ആണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു nx² plus ny² plus nz². Okay, so this is the total energy. Now ഈ എനർജി എത്ര വിവിധ രീതികളിൽ അച്ചീവ് ചെയ്യാൻ പറ്റും? സോ that simply means the number of distinct agent functions അഥവാ മൈക്രോസ്റ്റേറ്റ്സ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൈക്രോസ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഒരു എന്ന് പറയുന്ന ഈ എനർജിയുള്ള സ്മോൾ എനർജിയുള്ള ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം എത്ര മൈക്രോസ്റ്റേറ്റ്സ് പോസിബിളാണ് എന്ന് പറയുന്ന പ്രോബ്ലം ഇപ്പം എങ്ങനെയായി?
nx square plus ny square plus nz square is equal to 8ml square by h square e. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് കുറച്ചും കൂടി ചെറുതാക്കാം. എൽ സ്ക്വയറിനെ നമുക്കറിയാം എൽ ക്യൂബ് ഇസ് ഈക്വൽ ടു വി ആണ്. സോ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു വി റേസ് ടു 2/3 അല്ലേ? ഓക്കെ, L is equal to 1 v raised to 1/3, L square is equal to v raised to 2/3. So 8m v raised to 2/3 by h square e. That I am writing E star. Okay, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. So now this is equal to nx square plus ny square plus nz square is equal to root of E star, small e star, ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. Now what is this equation? And x square plus y square plus z square is equal to r square. This represents a sphere. This is an equation for a sphere. Now the trouble is that all these n values, nx square plus ny square plus n square square, these n values take values from 0 to infinity. Now അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വാല്യൂസ് പോസിറ്റീവായിട്ടുള്ള എൻ വാല്യൂസിന് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലേ? 0 മുതൽ മുകളിലേക്കുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ ഈ എൻ എക്സും എൻ വൈയും എൻ സെറ്റും മൂന്നും പോസിറ്റീവായിട്ടുള്ള എങ്ങനെയാണ്? മൂന്നും പോസിറ്റീവായിട്ടുള്ള എൻ എക്സ്, എൻ വൈ, എൻ സെറ്റ്, ഇങ്ങനെ മൂന്നും പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഫിയറിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ആ സ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണ്? റൂട്ട് ഇ സ്റ്റാർ. ഇത്രയും റേഡിയസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഇ സ്റ്റാർ ആണ്. സ്മോൾ ഇ സ്റ്റാർ. ഓക്കെ, ഈ റേഡിയസ് ഉള്ള ഇതാണ്. ഇപ്പം ഈ സർഫസിൻ്റെ മുകളിലുള്ള പോയിൻറ്റ്സ് ആണ്. ഇവിടെ എൻ എക്സിനും എൻ വൈയും എൻ സെറ്റിനും ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ദേ ക്യാൻ ടേക്ക് ഓൺലി ഇൻറ്റീജർ വാല്യൂസ്. അപ്പോൾ ആ ഇൻറ്റീജർ വാല്യൂ അനുസരിച്ചിട്ട് റൂട്ട് ഇ സ്റ്റാർ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്ന പോയിൻറ്റുകൾ മാത്രമായിരിക്കും എന്തുണ്ടാവുക? ഇതിൻ്റെ നമ്പർ ഓഫ് അവൈലബിൾ മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ പോയിൻറ്റ്സിൻ്റെ എണ്ണമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള number of microstates for a single particle. So let us write it as omega. Omega is the number of microstates for one particle having an energy small e in a volume v. Okay, so this is what happens to a single particle. Clear? Now നമ്മൾ ഇതേ പ്രോബ്ലത്തിനെ എന്ത് ചെയ്യാൻ പോവാണ്? എൻ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റിലേക്ക് കൺസിഡർ ചെയ്യണം. എൻ പാർട്ടിക്കിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഹിയർ ആർ ഈസ് ഈക്വൽ ടു 1 to എത്ര പാർട്ടിക്കിൾ ഉണ്ട്? എൻ പാർട്ടിക്കിൾ. ഓരോ പാർട്ടിക്കിളിനും എത്ര ഡയമെൻഷൻ ഉണ്ട്? എത്ര ഡിഗ്രീസ് ഓഫ് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 3 degrees of freedom. So the total is r is equal to 1 to 3n. So nx square plus ny square plus nz square എന്നതിന് പകരം അത് 1 particle 3 dimension ആയിരുന്നു. ഇവിടെ n പാർട്ടിക്കിൾ ആയതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാവും? 3n ഉണ്ടാവും. So nr square is equal to 8m v raised to 2/3 by h square e, total E, capital E. So which I can write capital E star. So this is the equation. Sigma r is equal to 1 to 3n nr square is equal to root of E star square. So what would be this equation? ഈ ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ 3n dimensional sphere. നേരത്തെ ഒരു 3 dimensional sphere ആയിരുന്നു നമ്മൾ സിംഗിൾ പാർട്ടിക്കിളിൻ്റെ കേസിൽ കൺസിഡർ ചെയ്തെങ്കിൽ now this equation has become this is the equation of a 3n dimensional sphere. ആ 3n dimensional sphereൻ്റെ പോസിറ്റീവ് ഒക്ടറ്റ് എല്ലാ എന്നുകളും പോസിറ്റീവായിരിക്കുന്ന 0 to infinity വരെയുള്ള പോസിറ്റീവായിരിക്കുന്ന സമയത്തുള്ള ആ കഷണത്തെ, ആ ഒരു ഭാഗത്തെയാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള ആ പോസിറ്റീവ് ഒക്ടറ്റ് എന്ന് പറയില്ല, ഒക്ടറ്റ് എന്ന് പറയുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. പോസിറ്റീവ് പാർട്ടിലുള്ള അല്ലാതെ ഈ ഓരോ എന്നും പോസിറ്റീവായിട്ടുള്ള ഒരു കഷണം ഉണ്ടാവുമല്ലോ. ആ കഷണത്തിനകത്തെ എന്താണ് ഗ്രിഡ് പോയിൻ്റ്, അതായത് ഓരോ എന്നിൻ്റെയും വാല്യൂ ഇൻറ്റീജർ വാല്യൂ വരുന്ന ഒരു ഗ്രിഡ് പോയിൻ്റ് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഇവിടെ
ഇവിടെ ഇതിൽ കാണുന്നത് പോലെയുള്ള ഗ്രിഡ് പോയിന്റുകളുടെ എണ്ണമായിരിക്കും ഇനി എന്ത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ അവൈലബിൾ മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ എണ്ണം. സോ വി ആർ നൗ ഗോയിങ് ടു ഇവാലുവേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് micro states available in this 3n dimensional sphere. But there is a trouble. അത് 1947 ഗുപ്ത ആൻഡ് ടീം കണ്ടുപിടിച്ച അല്ലെങ്കിൽ അവർ പ്രോബ്ലം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോബ്ലം. ഓരോ പ്രോബ്ലത്തിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള എനർജികളായിരിക്കും നമുക്കറിയാം. ഇങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഫങ്ഷൻ വളരെ ഇറഗുലറായിട്ടുള്ള, അതായത് സപ്പോസ് യു ഫൈൻഡ് ഔട്ട് ദിസ് നമ്പർ ഒമേഗ. ഒമേഗ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എന്താ പറയുക പോസിറ്റീവ് ഇൻ്റഗ്രൽ ലാറ്റിസ് പോയിൻറ്റ്സ് ലൈങ് ഓൺ ദ സർഫസ് ഓഫ് 3n dimensional sphere ഓഫ് റേഡിയസ് റൂട്ട് ഇ സ്റ്റാർ അല്ലേ. അതായത് ഒരു 3n ഇതിവിടെ കാണിച്ചതുപോലെ ഒരു 3n dimensional സ്ഫിയറിൻ്റെ പോസിറ്റീവ് പാർട്ടിനകത്ത് കിടക്കുന്ന റൂട്ട് ഇ സ്റ്റാർ റേഡിയസ് ഉള്ള ഒരു 3n dimensional സ്ഫിയറിൻ്റെ പോസിറ്റീവ് പാർട്ടിലെ നമ്പർ ഓഫ് പോസിറ്റീവ് ലാറ്റിസ് പോയിൻ്റ്, ഇൻ്റഗ്രൽ ലാറ്റിസ് പോയിൻറ്റിൻ്റെ എണ്ണമായിരിക്കും നമ്മൾ ഒമേഗ എന്ന് പറയുന്നത്. അത് എന്തിനാണ്? ഈ സർട്ടൈൻ ഇ എന്ന് പറയുന്ന എനർജിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഒമേഗ എന്ന് പറയുന്നത് ഈ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇയും ഇപ്പോൾ സപ്പോസ് ഇ എന്ന് പറയുന്നത് ഒരു എനർജി, സപ്പോസ് E1 എന്ന് പറയുന്ന എനർജി. നൗ യു ഹാവ് എ വെരി എന്താ പറയുക ചെറിയ വ്യത്യാസം മാത്രമുള്ള E2 എന്ന് പറയുന്ന വേറൊരു എനർജിക്ക് നമ്മൾ ഒമേഗ കണ്ടുപിടിച്ചു. ലെറ്റ് us say that is omega 2 and this is omega 1. ഓക്കെ, ഈ രണ്ട് ഒമേഗകളും തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ്, വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള ഡിഫറൻസ് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഒമേഗ ഈസ് നോട്ട് എ റെഗുലർ ഫങ്ഷൻ. നിങ്ങൾക്ക് ഇതിനെ ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഗുലർ ഫങ്ഷനായിട്ടല്ല ഈ ഒമേഗ വർക്ക് ചെയ്യുന്നത് എന്ന് കണ്ടു. സോ ദാറ്റ് മേക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓരോ പ്രോബ്ലത്തിനും നിങ്ങൾക്ക് ഒമേഗകൾ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ദാറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് പ്രോബ്ലം. അതുകൊണ്ട് നമ്മളൊരു ചെറിയ മാറ്റം വരുത്താൻ പോവുകയാണ്. ആ മാറ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ക്ലിയർ ആകും. ഡോണ്ട് വറി മച്ച് അബൌട്ട് ദാറ്റ് ഫോർ ദ ടൈം ബീയിങ്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഒമേഗ വാട്ട് ഐ എം ഗോയിങ് ടു കൺസിഡർ ഈസ് സിഗ്മ. ഓക്കെ, now let us consider sigma n of E star. What is sigma n? Sigma n is the number of positive integral lattice points lying on or within the surface of the 3n dimensional sphere of radius root E star. അതായത് ഈ സർഫസിൻ്റെ മുകളിലുള്ള പോയിൻറ്റ്സ് ആയിരുന്നു എന്ത്? ഒമേഗ. പോസിറ്റീവ് ഇൻ്റഗ്രൽ പോയിൻറ്റ്സ് ആയിരുന്നു ഒമേഗ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്മ എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ മുകളിൽ മുതൽ ഉൾവശം വരെയുള്ള കംപ്ലീറ്റ് പോയിൻറ്റ്സിൻ്റെയും സമ്മേഷൻസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഈ കംപ്ലീറ്റ് പോയിൻറ്റ്സിൻ്റെയും സമ്മേഷനായിട്ട് എടുക്കുകയാണ്. അങ്ങനെയുള്ള പോയിൻറ്റ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. സോ വി ക്യാൻ നൗ റൈറ്റ് സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മ, ദിസ് സിഗ്മ ഈസ് സമ്മേഷൻ സിഗ്മ. ഓക്കെ, സിഗ്മ ഇ ഡാഷ് where E dash is less than E, ടോട്ടൽ എനർജി മാക്സിമം എനർജി E ആണ്, അതിനേക്കാൾ കുറവായിട്ടുള്ള കംപ്ലീറ്റ് എനർജികളുടെയും ഒമേഗ ഓഫ് എൻ വി ഇ ഡാഷ്. വാട്ട് ഈസ് ദിസ്? ഒമേഗ ഓരോ ഇക്കും, അതായത് പിന്നെ ഇയേക്കാൾ കുറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് എനർജികൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് എനർജികളുടെ ഈ ഒരു ഉള്ളിൻ്റെ തോല് പൊളിച്ച പോലെ. ഇപ്പോൾ ഉള്ളിയുടെ സർഫസ് ആയിരുന്നു നമ്മൾ നേരത്തെ വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഒമേഗയെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളിയുടെ ഉള്ളിലേക്കുള്ള ഓരോ ലെയറിലെയും ഒമേഗാസിനെ കണ്ടെത്തുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ മുഴുവൻ സമ്മേറ്റ് ചെയ്യുകയാണ്, ആഡ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് നൗ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യം, അത് തെറ്റല്ല. കാരണം നമുക്കൊരു ഡെഫിനറ്റ് എനർജിയാണുള്ളത്. ആ ഡെഫിനറ്റ് എനർജിയെ സംബന്ധിച്ചിടത്തോളം ആ സർഫസിലുള്ള എനർജി നമുക്ക് കിട്ടണ്ടേ എന്ന് നമുക്ക് ചോദിക്കാം. വെയിറ്റ്, നമുക്ക് എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ലേറ്റർ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്,
ഒരു സിസ്റ്റത്തിൻ്റെയും നാച്ചുറലി ഒരു സിസ്റ്റത്തിൻ്റെയും എനർജി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവില്ല. ദർ വിൽ ബി എ ചേഞ്ച് ഇൻ എനർജി ഫോർ എവറി സിസ്റ്റം. സോ ലെറ്റ് us കൺസിഡർ ദിസ് സിഗ്മ ഫോർ ദ ടൈം ബീങ് ആൻഡ് ലേറ്റർ ഓൺ വി വിൽ വർക്ക് ഔട്ട് ഹൗ ദിസ് ഈസ് ഗോയിങ് ടു ബി പെർഫെക്റ്റ് ഫോർ അവർ കാൽക്കുലേഷൻസ്. ഓക്കെ, സോ നമുക്കിനി എന്താ വേണ്ടത്? അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഫിയർ, ഒരു 3n ഡയമെൻഷണൽ സ്ഫിയറിൻ്റെ പോസിറ്റീവ് കഷണത്തിൻ്റെ മാത്രം വോളിയം അല്ലെങ്കിൽ പോസിറ്റീവ് കഷണത്തിനെ മാത്രമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഈ ഓരോ ലെയറിലുമുള്ള ലാറ്റിസ് പോയിന്റുകളുടെ എണ്ണം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ് ഈ പറയുന്ന ഒരു കേക്കിൻ്റെ പോസിറ്റീവ് കഷ്ണത്തിൻ്റെ എന്താണ് ടോട്ടൽ വോളിയത്തിന് ഈക്വലാണ്. ആ വോളിയത്തിനേക്കാൾ കുറച്ച് കുറവായിരിക്കും, കാരണം ലാറ്റിസ് പോയിന്റുകളുടെ എണ്ണമാണ്. ബട്ട് ദാറ്റ് ഈസ് വാട്ട് യു കോൾ എന്താ നമുക്ക് പറയാൻ പറ്റുക, ഒരു അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ടു. അസിംപ്റ്റോട്ടിക്കലി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് തുല്യമായിട്ട് അടയാളപ്പെടുത്താം. കാരണം എനർജിയെ നമ്മളിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളി എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ ലെയറും ഉണ്ടെങ്കിലും അതിനകത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഓരോ ലെയറിനെയും ഒറ്റ കഷ്ണമായിട്ട് ഒരു സിംഗിൾ പീസ് പോലെ കൺസിഡർ ചെയ്യുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ പോസിറ്റീവ് പാർട്ടിൻ്റെ 3n ഡയമെൻഷണൽ സ്ഫിയറിൻ്റെ പോസിറ്റീവ് പാർട്ടിൻ്റെ ഓരോ എന്നിനും പോസിറ്റീവ് വാല്യൂ ഉള്ള പോസിറ്റീവ് പാർട്ടിൻ്റെ പോസിറ്റീവ് കഷ്ണത്തിൻ്റെ ടോട്ടൽ വോളിയം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകണം. അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വി ഹാവ് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് എ 3n ഡയമെൻഷണൽ സ്ഫിയർ. ആ 3n ഡയമെൻഷണൽ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് കഷ്ണത്തിൻ്റെ മാത്രം വോളിയം നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. സോ ലെറ്റ് us കൺസിഡർ ദ വോളിയം ഓഫ് എ 3n ഡയമെൻഷണൽ സ്ഫിയർ. ഓക്കെ, സോ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ഡയമെൻഷനിലാണെങ്കിൽ സ്മോൾ വോളിയം ഡി വി എന്താ, സ്മോൾ വോളിയം ഡി വി എ വോളിയം എലമെൻറ്റ് ഡി വി വുഡ് ബി സിംപ്ലി is equal to dx dy dz. Am I right? Suppose it's a two-dimensional thing, that means a circle. In that sense, it would be simply dx dy. Am I right? So, suppose it's an n-dimensional sphere, a small n-dimensional sphere ആണ് എന്ന് വിചാരിക്കാം. n-dimensional sphere ആണെന്ന് വിചാരിക്കാം. അങ്ങനെ n-dimensional sphere ആണെങ്കിൽ its elementary volume, its small volume dv is equal to simply what, pi I, am I right? I is equal to 1 to n, where pi means product, okay, dxi. Am I right? അല്ലേ, ഇതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. Now ഈ ഡി വിയുടെ ഇൻ്റഗ്രൽ അല്ലേ, ഇൻ്റഗ്രൽ ഡി വി ആണെന്ത്, വോളിയം. Am I right? So simply Vn is equal to what? Integral pi I dxi. All right? Now നമുക്ക് വേറൊരു വളരെ ജനറലൈസ്ഡ് ഒരു സാധാരണ ഒരു പ്രോപ്പർട്ടിയെ നമുക്ക് ജനറലൈസ് ചെയ്യാം. വി നോ ദാറ്റ് the volume of a two-dimensional sphere. What is a two-dimensional sphere? It's a circle. Okay. What is the volume? That is simply pi r square. So that means two-dimensional angle V2. Two-dimensional angle that is proportional to pi r square. So it is simply proportional to r square. Suppose 3-dimensional ആണ്, എന്താണത്, 3-dimensional വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, it's simply is equal to 4 by 3 pi r cubed or something like that. Okay, so anyway that is proportional to what, r cubed. Am I right? So what would be Vn? It should be proportional to r raised to n. Am I right? So now this Vn, I'm writing, there is a proportionality constant, so that is Rn. So now what is dVn? dVn is equal to what is that, Cn n r raised to n minus 1 dr. All right? Okay, so now suppose somehow we know
the Cn, suppose we know that Cn, then the volume can be very easily found out like Vn is equal to Cn r raised to n. അപ്പോൾ നമുക്ക് അറിയാത്ത ഈ സാധനത്തിന് എന്ത് മാത്രമേ ഉള്ളൂ, ഓരോന്നിലും ചേഞ്ച് ചെയ്യുന്ന എന്താണ്, ഇപ്പോൾ 2 ഡയമെൻഷനിലാണെങ്കിൽ പൈ, 3 ഡയമെൻഷനിലാണെങ്കിൽ 4/3 പൈ. അങ്ങനെ നമ്മുടെ ആ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് Cn എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് അറിയാത്തത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് കോൺസ്റ്റൻറ്റ്. സോ let us do a very kind of what you call a mathematical trick. Here we know that we know എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് -∞ to +∞ e raised to -x² dx is equal to എന്താണ് പറഞ്ഞാട്ടെ അലീന, എന്താണ്? This is called the gamma function അല്ലേ? ഗാമ ഫംഗ്ഷൻ്റെ n is equal to half, ഗാമ ഹാഫ് ആണത്. സോ ദാറ്റ് ഈസ് സിംപ്ലി റൂട്ട് പൈ. ഗാമ ഹാഫ് അല്ലേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗാമ ഹാഫ് മറ്റാണ്. ഓക്കെ, സോ ദിസ് ഈസ് സിംപ്ലി റൂട്ട് പൈ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ n ഡിഫറെൻറ്റ് ഇൻ്റഗ്രൽസിനെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, n എണ്ണത്തിന് എടുത്തിട്ട് ഡിഫറെൻറ്റ്. ഇതേ സെയിം സാധനത്തിന് ഇങ്ങനത്തെ ഒന്ന് എന്ന് പറയുന്നത്, സപ്പോസ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, അങ്ങനത്തെ n ടൈംസിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇതിനെ തന്നെ അടിച്ചിട്ട്. സോ വാട്ട് ഈസ് ദാറ്റ്? പൈ റേസ് ടു n/2. n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ റേസ് ടു n/2. ഒക്കെ -∞ to +∞, അങ്ങനത്തെ n എണ്ണം -∞ to +∞ e റേസ് ടു -x1² + x2² പ്ലസ് അപ് ടു എത്ര എണ്ണം ഉണ്ടാവും? xn². റൈറ്റ്. പിന്നെന്താണ്? പൈ ഐ dxi, where I is equal to 1 to n. Am I right? Okay. So this is that. Now നോക്കൂ, x² plus y² plus z² അല്ലെങ്കിൽ x1² plus x2² plus x3² plus xn². What is that? It simply is equal to r², n-dimensional sphere-ൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. സോ നൗ ദാറ്റ് റേഡിയസ് ചേഞ്ചസ് ഫ്രം നോട്ട് ഫ്രം -∞ to +∞. It changes simply from what? From what? 0 to infinity. So now I can write that is equal to, now I change it to 0 to infinity, total എഴുതാണ്. So it becomes in -r². Now pi I, where I turns from 1 to n dxi. What is that? That we know, already we know from the previous that pi I dxi is equal to what? dvn. Let us say if n is equal to dvn. But what is that dvn? We already know cnn r, cnn r raised to n-1 dr. So that also we apply here. So now it becomes ncn അല്ലായിരുന്നു, നോട്ടെ, ncn r raised to n-1. Okay, cnn r raised to n-1 dr. Am I right? Clear? ncn r raised to n-1 dr. Now that is equal to cn. I'm taking out. Anyway, I can take n also out. So what is integral 0 to infinity e raised to -r² r raised to n-1 dr. What is this? We are familiar. It's a very familiar thing. We know that നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും, എന്താണ്? 2 integral 0 to infinity e raised to -r² or e raised to -x² എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. e raised to -x², x raised to അല്ലെങ്കിൽ r raised to 2n-1 dr. What is this? ഗാമ, ഓർമ്മയില്ലേ? ഗാമ n. 2n ആയിരുന്നെങ്കിൽ ഗാമ n അല്ലേ? 2n ഇവിടെ 2n ആണെങ്കിൽ ഇവിടെ ഗാമ n. അപ്പം ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്താ ഉള്ളത്? ഇറ്റ് ഈസ് സിംപ്ലി n-1. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സോ വാട്ട് വുഡ് ബി ദ റിസൾട്ട്? സോ ദിസ് ഈസ് സിംപ്ലി ഇസ് ഈക്വൽ ടു പൈ റേസ് ടു n/2 ഇസ് ഈക്വൽ ടു ദിസ്. ഈ സാധനം എന്താണ്? നമ്മുടെ ഈ വട്ടത്തിനകത്ത് കിടക്കുന്ന സാധനം എന്താണ്? നോക്കൂ, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സിംപ്ലി e raised to -r² ഉണ്ട്, r raised to 2n-1 പകരം r raised to n-1 dr ആണുള്ളത്. അപ്പം
2n പകരം n ആണ്. സോ വാട്ട് വുഡ് ബി ദാറ്റ് n by 2. ഇവിടെ 2 എക്സ്ട്രാ ഉണ്ട്, സോ യു ഹാവ് ടു ടേക്ക് ദാറ്റ് ഔട്ട്. ഓക്കെ, സോ വാട്ട് ഇറ്റ് ബിക്കംസ് നൗ ഈസ് half, this half goes down, so half, then you have an n here, n, then you have a cn here, ncn, ncn, gamma n by 2. Am I right? Gamma n by 2. Gamma n by 2. Am I right? Half n cn gamma n by 2. Clear? Now, so that is pi raised to n by 2 is equal to n by 2 gamma n by 2 cn. What is n by 2 gamma n by 2? N gamma n. What is that? That is, we already know, that is simply n by 2 factorial. N gamma n is equal to n factorial. So n by 2 gamma n by 2 is equal to n by 2 factorial cn. So that is pi raised to n by 2. Now what is cn? Cn is equal to pi raised to n by 2 divided by n by 2 factorial. So the volume of an n-dimensional sphere is now very simple. That is pi raised to n by 2 divided by n by 2 factorial r raised to n. Clear? This is the volume of an n-dimensional sphere. This is a very important problem you should consider. Now suppose n is equal to 3. Suppose n is equal to 3. What will happen? Pi raised to 3 by 2 divided by 3 by 2 factorial r raised to 3. 3 by 2 factorial ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാം കൂടി 4 by 3 pi r cube എന്ന് കിട്ടും. So that is the generalization. Now let's go back to the problem. നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു? ഈ 3n ഡയമെൻഷണൽ സ്ഫിയറിൻ്റെ പോസിറ്റീവ് കഷണത്തിനെ മാത്രമാണ് നമുക്ക് കിട്ടണം. സോ സിഗ്മ, വാട്ട് ഈസ് ദാറ്റ്? n particle system, so of energy E star is equal to pi raised to, നോക്കൂ, n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? നമ്മുടെ പ്രോബ്ലത്തിൽ എത്രയാണ്? 3n അല്ലേ? 3n by 2, n by 2, ഓക്കെ, ഡിവൈഡഡ് ബൈ n by 2 എത്രയാണ്? 3n by 2 factorial. r എത്രയാണ്? എനർജി, സോറി, r എത്രയാണ്? നമ്മുടെ റൂട്ട് ഇ ആണ് അല്ലേ? റൂട്ട് ഇ സ്റ്റാർ ആണ് റേഡിയസ്. റൈറ്റ്, raised to 3n. Good. So this is the total volume of the 3n dimensional sphere. നമുക്കതിൽ എന്തേ ആവശ്യമുള്ളൂ? നമ്മൾ 3 dimensional കേസിലാണെങ്കിൽ ഒക്റ്റക്റ്റ് എന്ന് പറയും, 8-1 കഷ്ണം. അതുപോലെ ഒരു 3n dimensional sphere ആണെങ്കിൽ 1/2 raised to 3 dimension ആണെങ്കിൽ 2 raised to 3 ആയിരിക്കും. 3n dimension ആണെങ്കിൽ it is simply 3n. Okay, so 1/2 raised to 3n, pi raised to 3n by 2, 3n by 2 factorial, root e star 3n. So this is the positive part or positive part of the 3n dimensional sphere we are considering there in our problem. Clear ആണല്ലോ? Okay, let's move on. Now that is equal to, നമുക്ക് എല്ലാത്തിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്ത് പോവാം. 1/2 raised to 3n, very simple, pi raised to 3n by 2 by 3n by 2 factorial അല്ലേ? ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 8 pi v raised to 2 by 3, am I right? e by h square all raised to 3n by 2. ഇതിൻ്റെ റൂട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ by 2 എന്നിട്ടത് അവിടെ. ഓക്കെ, so that is equal to 1/2 raised to 3n pi raised to 3n by 2 divided by 3n by 2 factorial. 8 നമുക്ക് 2 raised to 3 pi v raised to 2 by 3 e by h square all raised to 3n by 2 എന്ന് എഴുതാം. Now this
ദിസ് ടു റേസ് ടു 3n ഞാൻ അകത്തേക്ക് എടുക്കുന്നു. അവിടെ എന്തുണ്ട്? ഇതിൻ്റെ റൂട്ടാണ് 3n/2 ആണ്, ഇവിടെ റേസ് ടു 3n ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ ആയിട്ട് വേണം എടുക്കാൻ. സോ നൗ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ, ഇവനെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് വാട്ട്? എന്താവും? 2 റേസ് ടു 3n, റൈറ്റ്? 3n/2 പുറത്തുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 2 റേസ് ടു എന്തായിരിക്കണം? സ്ക്വയർ എടുത്താൽ മതി അല്ലേ? 2 സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ നോക്കൂ, 2 റേസ് ടു 3n/2ഉം 2 റേസ് ടു 2 ഇവിടെ 2 ഉം 2ഉം ക്യാൻസൽ ആയിക്കോളും, 2 ഉം 2ഉം ക്യാൻസൽ ആയിക്കോളും, 2 റേസ് ടു 3n ഇവിടെ വരും. ഓക്കെ, സോ അകത്തേക്ക് പോയി. സോ ഇവിടെ 2 സ്ക്വയറിൻ്റെ ഇവിടെ 2 റേസ് ടു 3 ഉണ്ട്. സോ ദാറ്റ് 3 ഓൾസോ ഗെറ്റ് ക്യാൻസൽ. സോ വാട്ട് ഫൈനലി റിമൈൻസ് ഈസ് പൈ ഇവിടെ ഉണ്ട്. പൈനെ ഞാൻ അകത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 2 പൈ ഇവിടെ നമ്മുടെ ഇക്വേഷനിലെ എവിടെയെങ്കിലും 8 പൈ അല്ല, 8m ആണ് അല്ലേ? 8m ആണ്. സോറി, ഇവിടെ പൈ ഇവിടെയാണ്, 8m ആണ്. സോറി, ദാറ്റ് മൈ മിസ്റ്റേക്ക്. നേരത്തെ ഞാൻ എഴുതിയതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോറി. എന്തായിരുന്നു നമ്മുടെ അല്ലേ? നോക്കട്ടെ. 8m v raised, sorry. So that is 8m v raised to ആണ്. 8 പൈ അല്ല, 8m ആണ്. So that's my mistake, sorry. 8m v raised to. So here you have an m. Okay, so 2 pi m e 2 pi m e all raised to 3n/2, am I right? Divided by 3n/2 factorial. Then you have v raised to 2/3 and h square. v raised to 2/3 and h square. So I am writing it together. v raised to 2/3. v raised to 2/3. So 2/3 and 3/2 get cancelled. So v raised to n. Now h cube ആണെങ്കിൽ 2 into cancel. So that is h cube. Okay, h cube all raised to n. So this is what the sigma is. Alright, so sigma is v by h cubed all raised to n 2 pi m e all raised to 3n/2 divided by 3n/2 factorial. Now by Stirling's approximation, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ ചെയ്തിട്ടുണ്ട്. Stirling approximation, it is simply we know that ln n factorial is equal to n ln n minus n. This is called the Stirling's approximation. n factorialൻ്റെ ലോഗരിതം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? So n ln n minus n. Okay, so now we are going to find out the logarithm of sigma. So ln sigma is equal to, so this is together I am making, so what I am going to get is equal to n ln, and ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. So n ln, this is let me tell you, this entire term I am considering as a single term, and n x raised to n ln x raised to n is equal to n ln x. ആ കൺസിഡറേഷൻ വെച്ചിട്ട് ഈ എന്നിനെ മാത്രം ഞാൻ റൈറ്റിലേക്ക് എടുക്കാം. n ln n, then what? v by h cube, then 2 pi m e all raised to 3/2. Okay, then what remains is the പിന്നെ ബാക്കി അവശേഷിക്കുന്ന 3/2 ഫാക്ടോറിയൽ, 3n/2 ഫാക്ടോറിയൽ ആണ്. സോ ദാറ്റ് ഈസ് 3/2 n ln 3n/2 minus plus, so that becomes plus 3n/2. Clear? Okay, so ln sigma is equal to n. ഞാൻ എന്ത് ചെയ്തു? ഇതിലെ രണ്ടാമത്തെ ടേം, ഓക്കെ, ഇതിലെ രണ്ടാമത്തെ ടേമിലും എന്തുണ്ട്? 3/2 n ഒക്കെ ഉണ്ട് അല്ലേ?
3/2 n ln ലാസ്റ്റ് നോക്കൂ, ലാസ്റ്റത്തെ ലൈൻ. ഓക്കെ, 3/2 n ln 3n/2 ഉണ്ട്. സോ അതിനെ ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് എടുത്തു. അപ്പോൾ n മാത്രം പുറത്ത്, പിന്നെ ln 3n/2 ഉണ്ട്, 3/2 ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും, താഴെ 3n/2 ഇട്ടാൽ പോരെ. സോ നൗ ഇറ്റ് ബിക്കംസ് n ln v/h³ 2πme, right, divided by 3/2n അല്ലേ. ഈ 3/2n 2 മുകളിലേക്ക് പോയാൽ 4πme raised to 3/2. ഓക്കെ, പ്ലസ് 3/2n. This is what we get as ln sigma. നൗ നമ്മൾ ആദ്യം ചോദിച്ച പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ എന്താണ് ചോദിച്ചത്? ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദ എൻറ്റയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എൻറ്റയർ കേക്ക് പീസിനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ എൻറ്റയർ കേക്ക് പീസാണ്, മൊത്തം ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള മുഴുവൻ കഷ്ണത്തെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനർജി എന്ന് പറയുന്നത് ഏതാണ്ട് സർഫസിൽ മാത്രം നിൽക്കുന്ന ഒരു ടോട്ടൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ചെറിയൊരു മാറ്റം കൺസിഡർ ചെയ്യുകയാണ്. സപ്പോസ് നമ്മുടെ ഈ സ്ഫിയറിൻ്റെ, ഞാനിങ്ങനെ സ്ഫിയറിൻ്റെ സൈഡിൽ നിന്ന് വരയ്ക്കുകയാണ്. ഈ സ്ഫിയറിലെ ഇതാണ് നടുക്കുള്ളതാണ് ഇ എന്ന് പറയുന്ന എനർജി റേഡിയസ് എന്ന് വിചാരിക്കുക, ഇ എന്ന് പറയുന്ന എനർജി എന്ന് വിചാരിക്കുക. അതിൻ്റെ Δ/2 മുകളിലേക്കും Δ/2 താഴേക്കും, Δ/2 മുകളിലേക്കും Δ/2 താഴേക്കുമുള്ള ഒരു ഷെല്ലിനെ കൺസിഡർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം ആ സ്ഫിയറിൻ്റെ എന്താ പറയുക, വോളിയം എന്തായിരിക്കും? ഇറ്റ് സിംപ്ലി ഈസ്, ഇപ്പോൾ ഇവിടെ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ, നമ്മുടെ റേഡിയസിലെ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇൻക്രീസ്, ആ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് എന്തിൽ ചേഞ്ച് ഉണ്ടാവും? നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിൽ ചേഞ്ച് ഉണ്ടാവും. സോ ദാറ്റ് ഇൻക്രീസ് ഈസ് സിംപ്ലി d∑/de. ഇതാണ് ഈ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്. അത് മൾട്ടിപ്ലൈഡ് ബൈ ഇതിൻ്റെ തിക്നെസ് എത്രയാണ്? ഡെൽറ്റ. ആ തിക്നെസ് ആയിരിക്കില്ല ഇതിൻ്റെ വോളിയം. ഇപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പോയിന്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻക്രീസ് ഇൻ സിഗ്മ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ തിക്നെസ്. സോ ദാറ്റ് ഗീവ്സ് യു ദ ടോട്ടൽ number of microstates. So that is gamma is equal to what? Delta dou sigma by dou E. ഇത് ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എനിവേ, സോ നമുക്കറിയാം സിഗ്മ എന്തായിരുന്നു? നമ്മുടെ v/h³ all raised to n 2πme, am I right, all raised to 3n/2 divided by 3n/2 factorial. അല്ലേ? So what is dou sigma by dou E? We have to take the derivative with respect to E. So only consider the E. Other term എവിടെയും E ഇല്ല. So v/h³ all raised to n 2πm all raised to 3n/2 by 3n/2 factorial e raised to 3n/2. e raised to 3n/2 ന്റെ ഡെറിവേറ്റീവ് 3n/2 e raised to 3n/2 minus 1. Alright? So now if you consider the entire term like this, what is that? That is simply sigma. Now you have a 3n/2. പിന്നെന്തുണ്ട്? ഒരു ഇ -1ൻ്റെ ഒരു ഇ ആയിട്ട് താഴെയുണ്ട്. ഓൾറൈറ്റ്? സോ ദാറ്റ് ഈസ് സിഗ്മ. ഇനി അതിനെ ഡെൽറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സോ ദാറ്റ് ദിസ് ഈസ് ഡോ സിഗ്മ ബൈ ഡോ ഇ ആണത് അല്ലേ. സോ മൾട്ടിപ്ലൈ ദിസ് ബൈ ഡെൽറ്റ ഗീവ്സ് യു ദ ടോട്ടൽ നമ്പർ ഓഫ് microstates in the shell of width thickness delta thickness ഉള്ള where delta is a very small change in energy. E എന്ന് പറയുന്ന എനർജിയിൽ നിന്ന് വളരെ ചെറിയ അങ്ങോട്ടും വളരെ ചെറുതായിട്ട് ഇങ്ങോട്ടും മാത്രമുള്ള ഒരു വളരെ ചെറിയ തിക്നെസ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്.
ആ തിക്നെസ്സിലുള്ള ടോട്ടൽ ആ ഷെല്ലിനകത്തുള്ള മൊത്തം നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിനെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് പ്രാക്ടിക്കലി വലിയ മോശമില്ലാത്തൊരു കൺസിഡറേഷൻ ആണ് താനും. കാരണം എന്താണ്, എപ്പോഴും എനർജി ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് താനും. സോ നൗ that is equal to what? Delta. So that is equal to sigma by E 3n by 2 into delta. Now നമുക്ക് എന്ത് ചെയ്യാം? Let us call that as what? Gamma, some gamma. So now find out logarithm of gamma. ലോഗരിതം ഓഫ് ഗാമ എന്താണ് ഇതിലേക്ക് നോക്കൂ നിങ്ങൾ. ലോഗരിതം ഓഫ് ഗാമ വളരെ സിമ്പിളാണ് സംഭവം. ലോഗരിതം ഓഫ് ഗാമ ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് സിഗ്മ, റൈറ്റ് അല്ലേ? ഇതിൽ നോക്കൂ, ലോഗരിതം ഓഫ് സിഗ്മ പ്ലസ് ln 3n by 2 പ്ലസ് ln ഡെൽറ്റ ബൈ ഇ അല്ലേ? ഇതല്ല കിട്ടുന്നത് 3n by 2 പ്ലസ്. നൗ ഈ ക്വാണ്ടിറ്റി എന്തായിരുന്നു നമ്മുടെ ഓർമ്മയുണ്ടോ? ln സിഗ്മ എന്ന് പറയുന്നത്, ln സിഗ്മ നമുക്ക് കാണിച്ചു തരാം. ln സിഗ്മ എവിടെ? ln സിഗ്മ ഇതാ. ln സിഗ്മ എന്ന് പറയുന്നത് n മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ക്വാണ്ടിറ്റി plus 3 by 2n. Now what is our n? Our n is a very large number. For example, if you consider even a 1 mole of gas, it is of the order of how much? It's of the order of 10 raised to 23. So you are multiplying here, your number n is a very large number of the order of 10 raised to 23, 10 raised to 24, something like that. Okay, now ഈ 3 by 2 എന്നിലെ എന്നും വളരെ വലിയൊരു നമ്പറാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ എന്താ ആഡ് ചെയ്യുന്നത്? ലോഗരിതം ഓഫ് 3 by 2n. ലോഗരിതം ഓഫ് 10 raised to 23 എന്താ കിട്ടുക? ഇപ്പോൾ നാച്ചുറൽ ലോഗരിതം ഓഫ് ln 10 raised to 23 എന്താ കിട്ടുക? ഇറ്റ്സ് എ ജസ്റ്റ് നമ്പർ 23. Now delta by E, comparing to E, this change in delta thickness is very small. So delta by E is also very small quantity. So this quantity and this quantity, both these quantities are very small comparing to the ln sigma. Alright? So ഈ 10 raised to 23യുടെ കൂടെ 23 ആഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ചിട്ട് ഒരു മാറ്റവും കാര്യമായ ഒരു മാറ്റവും വരാനില്ല. It's a very small quantity. So we can neglect the last term. So for all practical purposes, ln sigma is same as ln gamma. So since ln gamma and ln sigma are same, we don't have to consider the ln ഗാമ എനിമോർ. അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയ സമയത്ത് വളരെ വ്യക്തമായി പറഞ്ഞത് ലെറ്റ് us wait and see what will happen. ഇപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. സോ ദ എൻറ്റയർ എനർജി നൗ the entire number of microstates concentrate somewhere near to the energy E എന്ന് പറയുന്ന എനർജിയുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ടോട്ടൽ മൈക്രോസ്റ്റേറ്റ്സ് മുഴുവൻ ഉണ്ടാവുക. അല്ലാതെ ഉള്ളിലേക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു മൈക്രോസ്റ്റേറ്റ്സും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടോട്ടൽ 0 to E വരെയുള്ള ടോട്ടൽ ഉള്ളിയുടെ മൊത്തം വോളിയം എടുത്താലും അത് എന്തിനെ അഫക്റ്റ് ചെയ്യില്ല. നമ്മുടെ ടോട്ടൽ സാധനം എവിടെ ഉണ്ടാവുള്ളൂ? ഇപ്പോൾ ഒരു തേങ്ങ വെട്ടിയതുപോലെ ഉണ്ടാവുള്ളൂ. തേങ്ങയുടെ പോസിറ്റീവ് കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് 0യിൽ നിന്ന് തേങ്ങയുടെ സർഫസ് വരെ എടുത്താലും അതിൻ്റെ തിക്നെസ്സിൻ്റെ ആ ഒരു കഷ്ണത്തിൽ മാത്രമേ എന്തുള്ളൂ, സാധനങ്ങൾ എന്തെങ്കിലും കമ്പുള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ എംറ്റിയാണ്. സോ സിമിലർലി ദ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് വിൽ ബി സിംപ്ലി അവൈലബിൾ ടു ദ സംവെയർ നിയർ ടു ദ എനർജി E. So for all practical purpose we can take the sigma as the number of microstates. It's clear, I think. Okay, so now consider S. നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ S is equal to K ln, ഒന്നുകിൽ സിഗ്മ എടുക്കാം അല്ലെങ്കിൽ ഗാമ എടുക്കാം, രണ്ടും ഒന്ന് തന്നെ ഇപ്പം അല്ലേ. സോ ലെറ്റ്സ് സേ സിഗ്മ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? nk ln v by h cube 4 pi me by 3n all raised to 3 by 2, am I right? I think it's correct. Plus 3 by 2 nk. So S by, so what I can write is nk can be taken outside. So that is S by nk minus 3 by 2 is equal to ln v by h cube
4 pi me by 3n all raised to 3 by 2. Okay, correct. So now v by h cube 4 pi me by 3n all raised to 3 by 2 is equal to e raised to, okay, just some mathematical manipulations. So I can write it as, okay, no need for that mathematical manipulation. E raised to, so hq, okay, sorry, e raised to what, s by nk minus 3 by 2. Okay, so that is ipa vanda. So 4 pi me by 3n is equal to what, the name 2 by 3, 2 by 3. എന്തുകിട്ടും മുകളിലേക്ക് പോയാൽ നമുക്ക് നോക്കാം. h cube by v all raised to 2 by 3 e raised to s by nk minus 3 by 2 into all raised to 2 by 3. 2 by 3 അല്ലേ, 2 by 3. So what that, h square divided by v raised to 2 by 3 e raised to 2s by 3 nk minus 1. Clear? Okay. So e is equal to, now e is equal to, let us say what is e is equal to, നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. e is equal to what, 3n h square by 4 pi m v raised to 2 by 3 e raised to 2s by 3 nk minus 1. So this is the energy of a classical ideal gas of n number of particles, okay, confined to a volume v. Now നമുക്കറിയാം ഇ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ ക്വാണ്ടിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാം. സോ വി നോ ദാറ്റ് ടി ഈസ് ഈക്വൽ ടു ഡോ ഇ ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് എൻ ആൻഡ് വി. So that is t. So let us find out t. T is equal to dou e by dou s. Dou s exponential മാത്രമേ ഉള്ളൂ. So all other terms remain same. 4 pi m v raised to 2 by 3 e raised to 2s by 3 nk minus 1. എക്സ്പോണൻഷ്യൽ ടേം ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെ. പിന്നെ എന്താണ് എസിൻ്റെത്. സോ ദാറ്റ് ഈസ് 2 by 3 nk. വാട്ട് ഈസ് ദിസ്? ദാറ്റ് ഈസ് E itself. So E into 2 by 3 1 by nk is equal to T. So E is equal to, cross multiply that, 3 by 2 nkt. Wow, our classical result. Clear? Good. Now CV is equal to dou E by dou T at n and v. So dou E by dou T, dou E by dou T, dou E by dou T. നമുക്കിതിൽ ചെയ്താൽ മതി, ഇവിടെ തന്നെ ചെയ്താൽ മതി. എൻ കെ ടി ഡോ ഇ ബൈ ഡോ ടി എന്താണ്? 3 by 2 nk. നോക്കൂ, 3 by 2 nk, 3 by 2 nk, that is 3 by 2 small n r. Very simple. P is equal to minus dou E by dou V at n and s. That is V അല്ലേ. വി എവിടെയൊക്കെ ഉണ്ട്? താഴെ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, മറ്റേ കോൺസ്റ്റൻ്റ് ആണ്, ഇ റേസ് ടു 2s by 3 nk minus 1. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, 3nh square by 4 pi m. പിന്നെ ആകെ ഉള്ളത് 1 by v raised to 2 by 3യുടെ ഡെറിവേറ്റീവ് മാത്രമാണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ minus 2 by 3
v raised to minus 2 by 3 minus 1. Okay, so order minus already in there, so that minus get cancelled. So what you get is 2 by 3 by v into e. This is entire quantity is e, so e. So what you get is p is equal to 2 by 3 e by v. Right? Wow, good. This is also a classical result. So all the other quantities can be found out. This is how it works. So let's do this. So this is how the classical ideal gas is treated. This is how the classical ideal gas is treated in this is how the classical ideal gas is treated in our problem. So in the next class we will be going to Gibbs paradox and all. So thank you for it.